ശുഭഹോലാമോലമ്രോ വൽറുഹോ കാദീശോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി തിരുസഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് യോഗ്യനാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടി ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ പരിശുദ്ധൻ റൂഹാ പാടി. യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാർക്മോ. ദീർഘദർശിമാരുടെ ഉടയവന് സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനഭൂഷണനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദാഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമമധുരമാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്നാൽ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈനികളെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളൊന്ന് ബലിപീഠത്തുനിന്ന് കുടയിൽ കൊണ്ടെടുത്ത് ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ബാർക്മോ. നീരവി ടീറേ ദൂതനിറങ്ങീച്ചെന്ന് ഇതമോടുമറിയാം ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലീത് നിന്നോടു കൂടെ കർത്താവേ. മന്നിടമഖിലം പാലിപ്പോ കണ്ടതുപോൽ ചിന്മയന മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടോ. അതിനാൽ ഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കുണ്ടാ നേർച്ചകൾ നിൻ പ്രീതിക്കാകണമേ. അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക. മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാക്കേണമേ. നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം
ജനനം സ്നാനം പീഡ ക്രൂശേറ്റം മൃതിയുദ്ധാനം സ്വർഗാരോഹണമെൻ ഇവയെയും ആദിപിതാക്കളെയും ഞങ്ങൾ ഓർത്തിടും നീയാഗത്തിൽ മാതാകാദീശർ നിബിയർ ശ്ലീഹർ സഹദീന്മാർ വിശ്വാസികളാം പ്രതരിവരെ ഞങ്ങൾ ഓർക്കുന്നു. അഗതികൾ രോഗികളായോർക്കും ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു. ബലിതു സ്വീകൃതമാക്കേണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെളിപ്പുള്ള ദൈവമാതാവായ കന്യകാമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ പുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിലുള്ളവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയിലായിസോ, കുറിയിലായിസോ, കുറിയിലായിസോ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേ ഈ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൻ വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭതൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ്ലിയ എഫെസർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ബാർക്മോ. സ്നേഹായുടെ ഉടയവന് സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവർ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോടെ അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും
സമീപസ്ഥനായിരുന്ന ഞങ്ങളോട് മനസ്സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പ്രദേശികളും അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമെന്നാകെ സമന്വയിപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമാലയമായി അത് വളർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസമുണ്ടായി നിങ്ങളും അവനിൽ പണയപ്പെട്ടിരിക്കൊണ്ടേയിരിക്കുന്നു. ബാർക്മോ സ്തുതിയാം ബലികളടച്ചിടുവിൻ കർത്താവിന് പ്രിയരേ, നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവിൻ. പാവനമദ്ബഹായിൻ മുൻപിൽ ഹാലേലൂയ ഹാലേലൂയ. ബാറക്കുമോർ. നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാം നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു ഗേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. മുള്ളുമരത്തിൽ നിന്ന് അങ്ങ് വിളിച്ചരുൾ ചെയ്തു,
കൂടാരത്തിന്മേലും കൂടെ അതിനുള്ളതിലും കൈക്കൊണ്ടെന്നധികാരം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കഹനോസ നടത്തുക നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. മലങ്കര സഭാ വത്സരത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന്. കൂദോശ് ഈത്തോ ഞായറാഴ്ച. സഭാവത്സരത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായ ഇന്നു മുതൽ ആരാധനാക്രമ വത്സരത്തിലെ സുബോർവ കാലം, വചനിപ്പ് കാലം സമാരംഭിക്കുകയാണ്. ലോകത്തിന് മുഴുവനും വേണ്ടി, മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടി സ്വർഗം വാഗ്ദാനം ചെയ്ത രക്ഷകൻ്റെ പിറവി അനുസ്മരിക്കുന്ന കാലഘട്ടമാണിത്. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിതാവിനോടുമുള്ള അറിയിപ്പുകളുടെ ഞായറാഴ്ചയും യേശുവിൻ്റെ ജനനം അനുസ്മരിക്കുന്ന എൽദാ തിരുനാളും ഉൾപ്പെടുന്ന ഈ കാലഘട്ടത്തിലൂടെ സഭ തൻ്റെ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും പരിശുദ്ധ റൂഹായോടും ചേർന്ന് അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ദിനങ്ങളാണ്. കൂദോശിത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം സഭയുടെ വിശുദ്ധീകരണമെന്നാണ്. രക്ഷകനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ സഭാമക്കളെ ആഹ്വാനം ചെയ്ത ഈ കാലഘട്ടത്തിൽ ഇന്ന് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. പത്രോസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ സുവിശേഷത്തിൻ്റെ സാരാംശം. ഈശോയും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പി പ്രദേശത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനത്തിന് കാരണമായ സന്ദർഭം. കേസറിയ ഫിലിപ്പി പ്രദേശം ഗലീലി പ്രദേശത്തിൽ വിജാതിയരുടെ പ്രദേശമെന്നാണ് അറിയപ്പെടുക. ഫിലിപ്പീൻ രാജാവ് സ്ഥാപിച്ച ഒരു നഗരമായതുകൊണ്ടാണ് കേസറിയ ഫിലിപ്പി പ്രദേശം എന്ന പേരിട്ടിരിക്കുന്നത്. ഈ പ്രദേശം വിഗ്രഹ ആരാധകരുടെ ഇടമാണ്. ഒരുപാട് ദേവീദേവന്മാരെ ആരാധിക്കുന്ന ഒരു സമൂഹമുള്ള ഇടമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് ഈ ലോകം പറയുക? ഞാൻ ആരെന്നാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുക? അവർ പറഞ്ഞു, ചിലർ പറയുന്നു നീ സ്നാപയോഹന്നാനാണെന്ന്. ശിരസ്സറുക്കപ്പെട്ട സ്നാപയോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നുവെന്ന്. ചിലർ പറയുന്നു മിശിഹായിക്ക് വഴിയൊരുക്കാൻ വന്ന ഏലിയായോ ജെറമിയ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്. അപ്പോൾ ലോകം നിന്നെക്കുറിച്ച് പറയുന്നത് പല അഭിപ്രായങ്ങളാണ്. ലോകത്തിന് ഗുണകരമായ വിധത്തിൽ അവർ സന്ദർഭങ്ങളെയും വ്യക്തികളെയും എപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. ജനങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ നീ ഈ ലോകത്തിന് ചെയ്യുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ പ്രവാചകന്മാർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് വിചാരിച്ച് അവർ പ്രവാചകന്മാരിൽ ഒരുവനായി നിന്നെ കാണുന്നു. നോക്കൂ, ഈ കേസറിയ ഫിലിപ്പി പ്രദേശം നമ്മുടെ ചില അനുഭവ തലങ്ങളാണ്. നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും ക്രിസ്തു ഈ ചോദ്യം നമ്മോടും ചോദിക്കുകയാണ്. തുടർന്ന് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക? ശിഷ്യന്മാരോട് മുഴുവനുമുള്ള ചോദ്യമാണ്. പത്രോസ് ലീഹായാണ് മറുപടി പറയുന്നത്. അപ്പോൾ യേശു എനിക്ക് ആരാണെന്നുള്ളൊരു ചോദ്യം നമ്മുടെ അനുഭവ തലങ്ങളിൽ എപ്പോഴുമുണ്ട്. യേശു നിനക്കാരാണ് എന്നുള്ള ചോദ്യം ഒരുപാട് ഇടങ്ങളിൽ നിൽക്കുമ്പോൾ, ഒരുപാട് പശ്ചാത്തലങ്ങളിൽ നിൽക്കുമ്പോൾ, ഒരുപാട് സന്ദർഭങ്ങളിൽ നിൽക്കുമ്പോൾ, നിന്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിൽക്കുമ്പോൾ
സ്വർഗം നിന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ക്രിസ്തു ആരാണ്? നിന്റെ ആകുലതകളിലും അസ്വസ്ഥതകളിൽ നിൽക്കുമ്പോൾ, നിന്റെ സങ്കടങ്ങളിൽ നിൽക്കുമ്പോൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ പതറി നിൽക്കുമ്പോൾ യേശു നിന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ആരാണ്? നോക്കൂ, ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകളിൽ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ഘട്ടങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയും വിശ്വാസം നിന്ന് പതറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുകയാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പൈശാചികമായ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. യേശു നിനക്കാരാണ്? യേശു നിൻ്റെ ജീവിതത്തിൽ ഉള്ള സ്ഥാനം എന്താണ്? നോക്കൂ, ഈ ഒരു അനുഭവതല പശ്ചാത്തലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നിസ്സഹായതയുടെ ആ കൽപ്പടവുകളിൽ നീ ഇരിക്കുമ്പോൾ നിന്നെ തേടി ഒരു ക്രിസ്തു വന്ന് ചോദിക്കും, ഞാൻ നിനക്ക് ആരാണ്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആകുലതകളുടെയും ആശങ്കകളുടെയും തിരമാലകളുടെയും നടുക്ക് ജീവിതം ആടിയുലഞ്ഞ ഒരു തോണിയിൽ നീ സഞ്ചരിക്കുമ്പോൾ അവൻ തിരമാലകളുടെ മീതെ വന്ന് നിന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ആരാണ്? വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അവൻ അപ്പമായി നിന്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് ആരാണ്? നിന്റെ സങ്കടങ്ങളിൽ, രോഗങ്ങളിൽ ഈശോ വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് ആരാണ്? ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇവിടെ നമ്മൾ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കുഞ്ഞുങ്ങളും യുവജനങ്ങളും മാതാപിതാക്കളും വൈദികരും സമർപ്പിതരും സഭ മുഴുവനും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഈ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കണം. വിശുദ്ധ കുർബാനയിൽ ദേവാലയത്തിൽ സംബന്ധിക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കണം, ഈ ക്രിസ്തു എനിക്ക് ആരാണ്? ഈ ശരീരവും രക്തവും എനിക്കായിട്ട് വിളമ്പിത്തരുന്ന ഇവൻ ആരാണ്? എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും എന്നെ ചേർത്ത് നിർത്തുന്ന ഈ ക്രിസ്തു എനിക്ക് ആരാണ്? എൻ്റെ യൗവനത്തിൽ എന്നിലുണ്ടാകുന്ന സന്ദേഹങ്ങളും സംശയങ്ങളിലും എൻ്റെ ചുറ്റുപാടും തിന്മ പെരുകുമ്പോൾ ഞാൻ ചോദിക്കണം, ഈ ക്രിസ്തു എനിക്ക് ആരാണ്? ക്രിസ്തു അല്ലെങ്കിൽ നമ്മോട് ചോദിക്കും, ഞാൻ നിനക്ക് ആരാണ്? അപ്പോൾ അതാണ് ഈ വളരെ പ്രസക്തമായ ഒരു ചോദ്യം നമ്മുടെ വിചിന്തനത്തിനായി ഈ സുവിശേഷ ഭാഗം നമ്മോട് തരുന്നത്. തുടർന്ന് അവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് പത്രോസ്ലീഹായാണ് മറുപടി പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉത്തരം വളരെ സ്പഷ്ടമാണ്. ചോദ്യം നിൻ്റെ ഒരുപാട് വീർപ്പ് മുട്ടിക്കുന്നെങ്കിൽ ഉത്തരം വളരെ ആഴത്തിൽ ഈ പത്രോസ്ലീഹ നൽകുകയാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഒരു പത്രോസായി നമ്മൾ രൂപാന്തരം പ്രാപിക്കേണ്ടതുണ്ട്. ഒരു പത്രോസ് ഭാവം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. തുടർന്ന് ഈശോ പറയുന്നത് ഇങ്ങനെയാണല്ലോ, മാംസരക്തങ്ങളിൽ അല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ദൈവീക വെളിപാടുകൾ മാംസരക്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ബാഹ്യമായി നമ്മുടെ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. ഇത് സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, വിശ്വാസം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും ആയുസ്സിൻ്റെ ഓരോ നേരങ്ങളിലും നിനക്ക് ഏറ്റുപറയണമെങ്കിൽ സ്വർഗത്തിൻ്റെ ശക്തി നിനക്ക് ആവശ്യമാണ്. ഒരു പത്രോസായിട്ട് നീ മാറണം. ഹൃദയ തുറവിയുള്ളവരായിട്ട് നീ മാറണം. തുടർന്ന് ഈശോ അവന് വാഗ്ദാനം ചെയ്യുന്നതാണല്ലോ, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങളിൽ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും, നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും. നോക്കൂ, ആ തുടർന്നുള്ള വെളിപ്പെടുത്തലിലൂടെ പത്രോസ് സ്വീകരിക്കുന്ന ദൈവികമായ അഭിഷേകം എന്തൊക്കെയാണ്? ഈ ഒരു അഭിഷേകമാണ് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത്. നീ പത്രോസായിട്ട് മാറുമ്പോൾ ഈ ഒരു അഭിഷേകം നിനക്ക് ലഭിക്കും. നീ ഒരു പാറയായിട്ട് മാറും, സഭയെ ബലപ്പെടുന്ന പാറയായിട്ട് മാറും. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ വിശുദ്ധ പൗലോസ് എഫീസർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ, സഭയാ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൽ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സഭയായിട്ട് മാറുവാൻ യേശുവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിനർത്ഥം.
സഭ ബാഹ്യമായ വ്യാഖ്യാനങ്ങളിലേക്കാൾ ഉപരി സഭയുടെ രഹസ്യാത്മകത എന്ന് പറയുന്നത് ഇതാണ്. സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാണ് എന്നാണ് രണ്ടാം വത്തിക്കാൻ സുന്നകദോസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ നിരന്തരം ബലപ്പെടുത്തുന്ന കൂദാശ, നമ്മെ നിരന്തരം ശുദ്ധീകരിക്കുന്ന കൂദാശ, അതാണ് സഭ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ നിന്നിൽ സംഭവിക്കുന്നതാണ് ഈ ശുദ്ധീകരണം. ഇന്ന് പ്രത്യേകമായി സഭയുടെ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ വിശുദ്ധീകരണം സാധ്യമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിശുദ്ധീകരണത്തിലൂടെയാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ തമ്പുരാൻ വെളിപ്പെടുത്തുന്നത് പോലെ 20-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ, അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. അപ്പോൾ സഭയുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് യേശുവിനോട്, സഭയോട്, കൂദാശകളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ് സഭയുടെ വിശുദ്ധീകരണം. ഈ ഒരു വിശുദ്ധീകരണം നമുക്കെങ്ങനെ സാധിക്കാം? ഈ കാലഘട്ടത്തിൽ സഭയുടെ വിശുദ്ധീകരണം, കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, ജീവിതങ്ങളുടെ വിശുദ്ധീകരണം സാധ്യമാകേണ്ടത് യേശുവിൻ്റെ പ്രമാണം അനുസരിച്ചു കൊണ്ടാണ്. എന്താണ് യേശുവിൻ്റെ പ്രമാണം? സ്നേഹമാണ് യേശുവിൻ്റെ പ്രമാണം. സഭയെ വിശുദ്ധീകരിക്കുവാൻ, ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ, കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്നേഹത്തിലൂടെയുള്ള വിശുദ്ധീകരണമാണ് ആവശ്യം. നോക്കൂ, നമ്മുടെ ഈ കാലഘട്ടം എന്തുമാത്രം വൈകല്യങ്ങൾ നിറഞ്ഞതായി മാറിക്കൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളും മറ്റ് ഒരുപാട് തിന്മകളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ മനുഷ്യൻ ക്രൂരരായിട്ട് മാറുകയാണ്. സഹോദരനെ കാണുവാൻ കഴിയാതെ, സ്നേഹിക്കുന്ന പങ്കാളിയെ കാണുവാൻ കഴിയാതെ, കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിയാതെ ക്രൂരമായി കൊണ്ടിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ സഭയുടെ വിശുദ്ധീകരണം സാധ്യമാകുന്നത് യേശു കുരിശിൽ ചിന്തിയ തിരുരക്തത്തിലൂടെ, യേശുവിൻ്റെ ബലിയിലൂടെ നമുക്ക് പകർന്നു തന്ന സ്നേഹത്തിലൂടെ, യേശുവിൻ്റെ കരുണയാർദ്രമായ ആ ചേർത്ത് പിടിക്കലിലൂടെ നമുക്ക് ഓരോരുത്തർക്കുമായി ഓരോ ബലിയിലൂടെയും ഓരോ കൂദാശ അനുഭവത്തിലൂടെയും നമ്മിലേക്ക് നിറയുന്ന ആ സ്നേഹത്തെ ഈ ലോകത്തിന് നൽകുമ്പോഴാണ് ഇവിടെ വിശുദ്ധീകരണം സാധ്യമാകുന്നത്. ഇവിടെ പൗരോഹിത്യം വിശുദ്ധീകരിക്കപ്പെടുന്നത് യേശുവിൻ്റെ സ്നേഹത്തിൽ നിരന്തരം അഭിഷേകം പ്രാപിക്കുകയും അത് മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുമ്പോഴുമാണ്. ഇവിടെ സമർപ്പണ ജീവിതം, സന്യാസ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത് ഈ സ്വീകരിക്കുന്ന യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുമ്പോഴാണ്. ഇവിടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് വൈവാഹ കൂദാശയിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യം, യേശുവിൻ്റെ ആ സ്നേഹത്തെ അവർക്ക് മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് ഇവിടെ വിശുദ്ധീകരണം സാധ്യമാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കൂദോശിത്വ ഞായറാഴ്ചയിൽ ഈ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് യേശു ചോദിച്ച ഈ ചോദ്യം നിരന്തരം നമ്മളുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. യേശു നിനക്കാരാണ്? നീ ഒരു പത്രോസായിട്ട് മാറുമ്പോൾ ഇതിന് ഉത്തരം നൽകുവാൻ സാധിക്കും. സ്വർഗത്തിൻ്റെ വെളിപാടുകൾ നിനക്ക് ലഭിക്കും. ഈ സഭയുടെ വിശുദ്ധീകരണം സാധ്യമാകുന്നത് എന്നിലൂടെയും നിന്നിലൂടെയുമാണ്. ഇത് സ്നേഹത്തിലൂടെയുള്ള വിശുദ്ധീകരണമാണ്. നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത, തിന്മയുടെ ശക്തികൾക്ക് തകർക്കാനാവാത്ത ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ വിശുദ്ധീകരണം സാധ്യമാകും. തിന്മകളെ കെട്ടുവാനും നന്മകളെ അഴിക്കുവാനുമുള്ള അധികാരത്തിലോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് സാധ്യമാകും. സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായോട്, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനായ മൊറോൻമോ വെസ്ലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായോടും സഭാപിതാക്കന്മാരോടും വൈദിക കൂട്ടായ്മയോടും മുഴുവനും ചേർന്ന് നിൽക്കുമ്പോൾ ഈ വിശുദ്ധീകരണം നമ്മളെല്ലാവരിലും സാധ്യമാകും. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ സഭയുടെ വിശുദ്ധീകരണത്തിനായി, സ്വയം വിശുദ്ധീകരണത്തിനായി, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് മുറിച്ചു വിളമ്പി തരുന്ന ഈ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ. ഈ സ്നേഹത്തിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ ഈ കാലത്തെ വിശുദ്ധീകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഹൃദയം തുറന്ന് ആത്മാഭിഷേകത്തോടെ പ്രവേശിക്കാം. ഈ ബലി നമ്മെ അതിന് ശക്തരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ. Barkmos Tomen Kalos നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും
യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഗോകുൽദായുടെ ഉയരത്തിൽ വെച്ച് കലർത്തപ്പെടുകയും പാപികൾക്ക് നീതീകരണം നൽകി അവരുടെ അധർമ്മങ്ങളിൽ നിന്ന് അവരെ വെടിപ്പാക്കുകയും ചെയ്ത സ്തോത്രത്തിൻ്റെയും രക്ഷയുടെയും കാസായും ശ്ലീബായുടെ മുകളിൽ വെച്ച് ചൊരിയപ്പെടുകയും ജാതികളെ മുദ്രകുത്തി മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത പാപപരിഹാരം നൽകുന്ന രക്തവുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബഗ്ലോൻ യോമോസോ ദഗായായി ലവൽ മീ. ഭാഗ്യമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന വിലവേടത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ സ്ഥിരസിംഗിന് മുമ്പാകെയും ധൂപർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ നീ തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിനമായ ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നീ തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സകലവും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നവനും സർവസൃഷ്ടികളുടെയും രക്ഷാകരമായ ജീവശ്വാസവും അനശ്വരതയുടെ നിർമ്മലമായ മൂറോനും അമർത്യതയുടെ പരിമളവുമായ മിശിഹാ തമ്പുരാനേ, നിന്റെ ദിവ്യജ്ഞാനമാകുന്ന പരിമളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറച്ചു. നിസ്സാരന്മാരും മൺമയിരുമായി ഞങ്ങളെ തിരുമുമ്പാകെ നിൽക്കുവാനും മാലാഖമാർ പോലും ഉറ്റുനോക്കുവാൻ അഭിവാഞ്ചിക്കുന്ന അവർ നിങ്ങളായ നിന്റെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും നീ അർഹരാക്കി. കർത്താവേ, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും വ്യർത്ഥമായ നിരൂപണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ നീ രക്ഷിക്കണമേ. ലഘുവും സന്തോഷപ്രദവുമായ നിന്റെ മുഖത്തിൻ കീഴിൽ ഉത്തമവും പരിപൂർണവുമായ സേവനം അനുഷ്ഠിക്കുവാൻ
ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. നിന്റെ കൃപയാലും അനുഗ്രഹീതനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിൻ്റെ നല്ല ഇഷ്ടത്താലും പരിശുദ്ധ റൂഹായുടെ പ്രേരണയാലും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഉണർവോടും സ്ഥിര നടപടികളോടും കൂടെ ആയുഷ്കാലമെല്ലാത്തിനു മുമ്പാകെ ഞങ്ങൾ ജീവിച്ച് ഭാഗ്യകരമായ അന്ത്യത്തിലേക്കും ദുഃഖമോ നെടുവീർപ്പുകളോ ഇല്ലാത്ത മാലാഖമാരുടെ ജീവിതത്തിലേക്കും നയിക്കപ്പെടുവാനും ഞങ്ങൾക്ക് നീ സംഗതിയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വകുല സുബാൻ ലോൽമീ. കർത്താവേ, ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും ഭാവിയുമായി ദാസൻ ഏറ്റുപറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹാ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള സഭയുടെ മക്കൾ വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിൽ തോന്നി കരുണ ചെയ്തുകൊണ്ട് പാവിയായ തന്റെ ദാസന്റെ ഈ ധൂപം ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യനായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോഹത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും
നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം. ഉന്നതമാം പദവിയിലേറി ഇന്നിപ്പോളീ ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. Barkmos Taumen Kalos സമാധാനത്തിൻ്റെ ദൈവവും ശാന്തിയുടെ നാഥനുമായ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാതെ ജീവിച്ചുകൊണ്ട് വഞ്ചനയില്ലാത്ത ചുംബനത്താൽ അന്യോന്യവാശ്ലേഷിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹമൂലം പരിശുദ്ധ ദൈവമായ നമ്മൾ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലവനിക്കുന്നു. ദൈവമായ കർത്താവേ, ബലഹീനരായ ഞങ്ങൾ നിന്നിൽ നിന്ന് വാഴ്വുകളും സഹായവും യാചിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളുടെ ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും കഴുത്തുകൾ കുനിച്ച് നിന്നെ വന്ദിക്കുന്നു. എന്തെന്നാൽ നീ സകലരുടെയും സഹായിയും സങ്കേതവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, ഇപ്പോൾ തിരുമുഖം ഞങ്ങൾ നീ പ്രകാശിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കുന്ന സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങളെല്ലാം നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭക്തിയോടും ഇഷ്ടയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കൃപാനയിൽ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സ്ഥലത്തിൻ്റെ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ
കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു. കർത്താവേ, മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാ പാവികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്, പിതാവായ ദൈവമേ, അങ്ങേ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാറേ ഉക്കാദേശ് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേതലോ ലംവൽമീ. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്തു. ബാറേ ഉക്കാദേ വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ സ്ലീഹന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ വരവിനെയും നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വിനീതമായി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരെയും പാപികളെയും നീ പരിശോധിക്കുവാനിരിക്കുന്ന
ന്യായവിധിയുടെ ആ ഭയങ്കരമായ ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി കരച്ചിനും വിലാപത്തിനും ഇടയാക്കുന്ന അഗ്നിജ്വാലയ്ക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും അക്രമങ്ങളും നിമിത്തം ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുവാനിടയാകി വരുതേ. കർത്താവേ, നിനക്ക് മനസ്സിലുണ്ടായി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇതിനു വേണ്ടി നിന്റെ സഭയും ഈ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഓന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്നവരങ്ങളിൽ പ്രതാപത്തോടെ ഇവിടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധമേലാവസ് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. പരിശുദ്ധാത്മാവ് ആവസിച്ച ഈ അപ്പത്തെ നമ്മുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ പാനപാത്രത്തിലെ മിശ്രിതത്തെ നമ്മുടെ ദൈവമായ മിശിഹായുടെ തിരുരക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങളിൽ പങ്കാളികളാകുന്നവർക്ക് ഇവ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സകല മാലിന്യങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണത്തിനും പാപമോചനത്തിനും നിത്യജീവനും നിദാനമായി തീരട്ടെ. ഞങ്ങൾ നിനങ്ങുന്നുണ്ട് ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമ്പോൾ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവും മേജർ ദിപിദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായ മോറോൻ മോർ ബെസീലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷമ്മാശന്മാർ ദേനായക മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സകല വൈദികരെയും പ്രാപ്തിയുള്ള ജമാലകരാക്കി തീർക്കുകയും നിന്റെ സമാധാനവും സഹായവും അവർക്ക് ഭൂഷണമായി നൽകുകയും ചെയ്യണമേ. തന്മൂലം അവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും മാധ്യസ്ഥം വഹിക്കുന്നവരുമായി തീരണമേ. ഞങ്ങൾ നിനക്കുന്നുണ്ട് എങ്ങനെയാനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
വിശ്വാസികളും ക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയെ സഹായിക്കുന്നവരെ ഓർമ്മിക്കണമേ. പിശാചുക്കളുടെയും ദുഷ്ടമനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ നീ വിടുവിക്കുകയും നീ അവർക്ക് സഹായി അവയെ സ്ഥാനമായിരിക്കുകയും ചെയ്യണമേ. നീ സകലത്തിൻ്റെയും രക്ഷകനാകിയാൽ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്മോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേലാധിപത്യം നേടുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ സമാധാനപരമാക്കണമേ. അസൂയാലുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമ്പോൾ ശുദ്ധവതിയും ഭാഗ്യവതിയും അനുഗ്രഹതയും നിത്യകന്യകയും ദേ മാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിയായും നിബിയന്മാർ സ്ലിയന്മാർ പ്രസംഗം ഏവകലേസന്മാർ സഹോദയന്മാർ മഹോദയന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ കന്യകമറിയാമിൻ്റെയും മാർത്തോമാസ്ലിഹായുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിച്ച് അവരുടെ അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമ്പോൾ കുറ്റമില്ലാത്തതും സ്ലൈകവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചതിനുള്ള സകല വിശുദ്ധാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഭൂതലം മുഴുവനിലും സൂക്ഷ്മതയോടെ നിന്റെ സുവിശേഷം അറിയിക്കുകയും സത്യവിശ്വാസത്തിൽ വിശുദ്ധ സഭയെ ഉറപ്പിക്കുകയും ചെയ്തവരെ നീ ഓർമ്മിക്കണമേ. അവരുടെ പാവനമായ പ്രാർത്ഥനകളാൽ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ച് നിന്റെ സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമ്പോൾ സ്നേഹത്തിലും സത്യവിശ്വാസത്തിനും മടിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ക്രിയേലായിസോൻ എന്ന് ചൊല്ലണം. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ, സത്യവിശ്വാസത്തിൽ നിദ്ര പ്രാപിച്ചവരെ അബ്രഹാമിന്റെ മടിയിൽ വസിപ്പിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും സകല നിയമലംഘനങ്ങളും കുറ്റങ്ങളും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. എന്തെന്നാ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു മിശിഹായല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ.
മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും തിരുവൻപിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ ദാസരുടെ രഹസ്യവും പരസ്യവുമായ കുറ്റങ്ങൾ നീ ക്ഷമിച്ച് തിരുമുമ്പായി ഉണ്ടാകാവുന്ന ലജ്ജയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. അനുഗ്രഹപ്രദമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ ശിവശിഹായുടെയും അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസർനാഗം കൂറിയേലായിസോ. ആവശ്യത്താൽ യാചിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയാരെ തള്ളിയിടല്ലേ കൂറിയേലായിസോ. അലിവോടു ശിക്ഷിച്ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ. അരിശം നീക്കി കാക്കണമേ കൂറിയേലായിസോ. ഓർക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബലഹീനരാ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അധർമ്മത്തിൻ്റെ മ്ലേച്ഛതയിൽ നിന്നും പാപത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, പ്രലോഭനങ്ങളാകുന്ന പരിശോധനയ്ക്ക് ഞങ്ങളെ നീ വിധേയരാക്കരുതേ. അവ താങ്ങുന്നതിന് ഞങ്ങൾക്ക് ത്രാണിയില്ല. കർത്താവേ, നിന്റെ മഹാകരുണയാൽ സകല കോപശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരിക്കുമോർ അർപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ്
കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, തിരുസന്നിധിയിൽ ആത്മശരീരങ്ങളുടെ കഴുത്തുകൾ കുനിച്ച് നിന്നോട് യാചിക്കുന്ന എൻ്റെ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരുണയ്ക്കും പാപമോചനത്തിനും ഇവരെ നീ അർഹരാക്കണമേ. എന്തെന്നാൽ നീ കരുണാസമ്പന്നനും സർവശക്തനുമാണല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദിന്യമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറിക്മോർ ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടോ ഒന്നിച്ചേകുമവ കാശ്വാസം സ്വപുത്രൻ ദൈവം മുറിയോറാകെ മാലൈ ഓവാദാരേ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ യോ ഹാലേലൂയ. നിൻ വല്ലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാ ഹാലേലൂയ യോ ഹാലേലൂയ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും ബാറക്കുമോ ശുഭഹോലാബോ ലബറോവൽ റൂഹോ കാദീശോ. നിന്നോലം വാദാ
വാദാമുല്ലോലം ഉൽമീനാമേ. ഭക്തർ പുകഴ്ത്തും ഭാജനമേ നിന്നിലുദിച്ചോ ഏകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് കേളം സ്തോമം കാലോസ്കുറിനായിസോ. വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാറക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ ദൈവാംബിക കന്യാ മറിയാമിൻ നായി പരിമളധൂമച്ചുരുൾ വായുവിലുയരുന്നു മുറിയോരായി നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്ഥനീ ഏകാത്മജനോടർത്ഥിക്ക ഞങ്ങളിലാദ്രതോ നയുവാൻ പന്ന പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോ വൃദ്ധതയിലമവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാർക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ നിന്നോലം വാദാമുല്ലോലം ഉൽമീനാമേ. ഒരു പോലിങ്ങും മാർ പത്രോസ്ലീഹ വാനിലും അതുപോൽ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലോസ്കുറിയിലായിസോ. പ്രാർത്ഥനയിൻ സമയമീതല്ലോ മാർത്തോമാശ്ലീഹ പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമീഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം ബാർക്കുമോ. ഓലാബോലബറോവൽ റൂഹോ കാദീശോ നിന്നെ വരിച്ചൊരു താതനും മാർത്തോമാശ്ലീഹ നിന്നോർമ്മയെ ബഹുമാനിച്ചാൽ സുതനും സ്തോത്രം നിന്നെ മൂടിച്ചൂടിക്കുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ
പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരരുടെ നാൾകളോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ മാർക്കുമോ. ശുഭഹോലാബോലമറോവൽ റൂഹോ കാദീശോ. മിന്നോലം വാദാമല്ലോലം ഉൽമീറാമീ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിന്നും പറുദീസായ്ക്കായി സ്തൗമൻ കാലസ്കുറിയിലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി. ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നെ അവരവരുയിരോടെഴുന്നേറ്റു. ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു മാർക്കുമോ. എന്റെ ശരീരം ഭക്ഷി എന്റെ രക്തം പാനം ചെയ്വോ. പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ. ഇന്നും അവൻ ജീവിപ്പാൻ അങ്ങൽ തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താ തന്നരുളിന്ന മഹത്വം. മുറിയോറാകെ മലൈ മൂവാതാരേ. മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം. ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരം കൈക്കൊണ്ടീടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാപുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. എന്നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലത് കരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും സന്തോഷത്തിനും സമാധാനത്തിനും രോഗങ്ങളുടെ സൗഖ്യത്തിനും വേണ്ടി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സമൂഹത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ കർത്താവ് ഈശോമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടാകട്ടെ. സംബന്ധിക്കുന്നവരും സംബന്ധിച്ചവരിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാഥ
കൃപ ചെയ്യണമലിവാ കൃപ ചെയ്യണമോ തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശേ അപ്പം വീഞ്ഞാൽ നീ കാണുന്നു. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമൂളി സഹദേവന്മാർക്കും മൃതരിൽ കരുണയും എന്നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ ഈ തിരുശരീരവും പാനം ചെയ്ത പാപപരിഹാരപ്രദമായ അങ്ങയുടെ ഈ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർമൽ ശരണം നീയേ മൃതർ തന്നുയിർപ്പും നീ തന്നെ. ദൈവമായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാണെങ്കിലും ഞങ്ങൾക്ക് നീ നൽകിയ ഈ ദാനത്തെ പ്രതി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപം നിമിത്തം ലജ്ജിക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. പിന്നെയോ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് പോരാടുന്ന പ്രതികൂല ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. നാം തെളിവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലവനിക്കുന്നു. കർത്താവേ, ഈ ബലിയിൽ സംബന്ധിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ വലത് കൈനീട്ടി അനുഗ്രഹിക്കണമേ. നിന്റെ ശ്രീവായാൽ ഇവരെ കാത്തുകൊള്ളണമേ. ദൃശ്യരും അദൃശ്യരുമായ ശത്രുക്കളിൽ നിന്ന്
ഇവർക്ക് അഭയവും രക്ഷാസങ്കേതവും നൽകി നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ നീ നിറയ്ക്കണമേ. ഞങ്ങളും ഇവരും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോ ഇടയന്മാരെ കാക്കുക ശക്ത്യാ. ആചാര്യന്മാർ ശമ്മാശന്മാർ യൗപതിയെ കീണ കോറോയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്ക. രോഗാർത്തന്മാർ കേകുക സൗഖ്യം, ക്ഷീണൻ ക്ഷേമം നൽകി ബലമറ്റവരെ താങ്ങിടണമേ. ക്ഷുത്തുള്ളോരിൽ തൃപ്തി വരുത്തുക, തിരുസമ്പത്താ. ദീനന്മാർക്കും ഗതിയറ്റോർക്കും ശ്രീയരുളണമേ. മൂശാമസ്കിൻ സവിന സ്ഥാപിച്ചപ്പോൾ ഓരോ നേർച്ചകൾ അർപ്പിച്ചു എല്ലാ മനുഷ്യരും. ധനവാന്മാർ പൊൻവെള്ളി വഴിപാടിട്ടു, ഇതരന്മാർ നൂർശീലയതും ചെറുകാശും വിധവ. തിരുസഭതൻ മുൻകുറിവയെല്ലാം ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോൾ. തിരുസഭ സ്ഥാപകന നാഥൻ എന്നേക്കും സ്തോത്രം. സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള കുരിശിനാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രിതരുമായവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായി ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവിൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാൽ ചീടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്ക് കീടണമേ. രക്ഷകമിശിഹാരാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതനാക്കണമെന്നേ. കർത്താവേ, നിന്നോട് നിത്യ
രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതി ാർദ്രതയെ പതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനതാ, എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയടച്ചുള്ളോ ഇരിപ്പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാൽ വായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി